നമസ്തേ. 85 കഴിഞ്ഞൊരു വൃദ്ധൻ മഴയ്ക്ക് മുമ്പേ പറമ്പിൽ ധാരാളം കുഴികൾ എടുക്കുകയാണ്. അങ്ങനെ കുഴികൾ എടുക്കുന്നത് കണ്ട് ഈ വയസ്സുകാലത്ത് ഇയാൾ എന്തായി ചെയ്യുന്നത് എന്ന് അയൽക്കാരനായ ഒരു യുവാവിന് സംശയം. യുവാവ് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കുഴികൾ എടുക്കണത് നിങ്ങൾ? വൃദ്ധം പറഞ്ഞു, തെങ്ങിൻ തൈകൾ വെക്കാൻ. ഇത് കേട്ടതും അയൽക്കാരൻ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ചിരിയാണ് വന്നത്. ആ ചിരി മറച്ച് വെച്ചുകൊണ്ട് ഈ തൈയിൽ കായ്ക്കുന്ന കായ ഉണ്ടായിട്ട് അതിൽ നിന്ന് ഒരു ഇളനീര് കുടിക്കാനുള്ള യോഗം അങ്ങേക്ക് ഉണ്ടാവില്ല. ഉണ്ടാവുമോ അങ്ങേക്ക്? വൃദ്ധം പറഞ്ഞു, ഒരിക്കലും ഉണ്ടാവില്ല. ഇത് വലുതായി കാഴ്ച തുടങ്ങുമ്പോഴേക്കും എൻ്റെ കാലം കഴിയും. പക്ഷേ ഇതിൻ്റെ ഫലങ്ങൾ മറ്റുള്ളവർക്ക് കഴിക്കാനാകുമല്ലോ. ഇങ്ങനെ ആരൊക്കെയോ നട്ട തെങ്ങിൽ നിന്നാണ് ഞാൻ ഇത്രയും കാലം നാളികേരം എടുത്തുപയോഗിച്ചതും. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഞാൻ ഈ തൈകൾ വയ്ക്കുന്നത്. ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ കാലത്തിനിടക്ക് നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു തൈ കുഴിച്ചിട്ടിട്ടുണ്ടോ? എന്തെല്ലാം നമ്മൾ കഴിച്ചു, അതിലേതെങ്കിലും നമ്മൾ നട്ടതാണോ? നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നാം ചെയ്യുക. നാം എത്ര മാങ്ങ തിന്നു, എത്ര ചക്ക തിന്നു, എത്ര തേങ്ങ തിന്നു, ഇതല്ല നാം ചിന്തിക്കേണ്ടത്. വരും തലമുറയ്ക്ക് വേണ്ടി നാം എത്ര തൈകൾ നട്ടു പിടിപ്പിച്ചു എന്ന് ചിന്തിക്കണം. വാർദ്ധക്യത്തിന് സവിശേഷതകൾ പലതുമുണ്ട്. അനുഭവങ്ങളുടെ കലവറയാണ് വാർദ്ധക്യം. നന്മ തിന്മകളിലൂടെ, ശരി തെറ്റുകളിലൂടെ മുന്നേറുന്ന മാനവ സംസ്കൃതിയുടെ രൂപവൽക്കരണത്തിൽ മനുഷ്യൻ്റെ വാർദ്ധക്യകാല അനുഭവങ്ങൾ ഏറെ സഹായിച്ചിട്ടുണ്ട്. കൗമാരത്തിലെയും യൗവനത്തിലെയും അരുതായ്മകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് അനുഭവങ്ങളേറെയുള്ള വൃദ്ധരാണ്. വൃദ്ധജനങ്ങൾ പറയുന്ന കുട്ടിക്കഥകളും യക്ഷിക്കഥകളും പുരാണങ്ങളും ഒക്കെ കേട്ട് കുട്ടികൾ വളരേണ്ടതുണ്ട്. കഥകളിലൂടെ ആദർശപരമായ കഥാപാത്രങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു. അങ്ങനെ അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് വൃദ്ധജനങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. അവർ നടന്നു നീങ്ങിയ വഴികൾ, അവർ ചൊല്ലിക്കൊടുത്ത പാഠങ്ങൾ ബാല്യത്തിൻ്റെ മൂശയിൽ മുദ്രണം ചെയ്യപ്പെടണം. എന്നാൽ പലപ്പോഴും യുവതലമുറ വൃദ്ധരായവരെ പല കാര്യത്തിലും പരിഹസിക്കുന്നത് കാണാറുണ്ട്. ഞങ്ങൾ ഈ പ്രായത്തിലെത്തിയവരല്ല എന്ന മട്ടിലാണ് അവരുടെ ഭാവം. പക്ഷെ അവരറിയുന്നില്ല ഞാൻ നടന്നു വരുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത്. ഈ പ്രായത്തിലേക്കാണ് അവർ നടന്നു വരുന്നത്, അതവരറിയുന്നില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ തലമുറ തൈ കുഴിച്ചിട്ടാൽ കഴിച്ചെടുക്കുന്ന ആളെ പോലെ, ഈ തൈ കുഴിച്ചിട്ടവനെ പോലെ, ആ ആളെ പോലെ 85 വയസ്സ് കാണില്ല എന്നത് സത്യം തന്നെയാണ്. ഈ പ്രായത്തിൽ അവരെത്തില്ല എന്നുള്ളത് ഉറപ്പ്. അഹങ്കാരവും സ്വാർത്ഥതയും പെരുകി ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനും ജനങ്ങളെ പീഡിപ്പിച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ശ്രമിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയും സുഖവും സ്വസ്ഥതയും ലഭിച്ചിട്ടില്ല. ഒരു ഭരണാധികാരിക്കും
അത് കിട്ടിയിട്ടില്ല. അവരുടെയൊക്കെ അവസാന നാൾ അന്ത്യവും നരകതുല്യമായിരുന്നു. ഇതൊക്കെ ചരിത്രം തെളിയിച്ച സത്യങ്ങളാണ്. അതുകൊണ്ട് ഈ നിമിഷം, നമ്മുടെ മുമ്പിലുള്ള ഈ നിമിഷം, ഈ അവസരം നന്ദിപൂർവ്വം സ്വീകരിക്കുക. നന്ദിപൂർവ്വം സ്വീകരിച്ച് കാരുണ്യത്തിൻ്റെയും ശാന്തിയുടെയും പാതയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. നാം ഈ ലോകത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് വിട്ടുപോകുമ്പോഴും ഒന്നും കൊണ്ടുവരികയോ കൊണ്ടുപോവുകയോ ചെയ്യുന്നില്ല. ആ സത്യം ഈ തലമുറ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുന്നത്